എൻ്റെ പേര് സജീവ് കിളികളെന്നാണ്. ഒരു 10-25 വർഷങ്ങളായിട്ട് സിനിമാ രംഗത്തുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ കണ്ണകിയാണ്. കണ്ണകി സ്ക്രിപ്റ്റ്. അതിനുശേഷം അശ്വാരൂഢൻ, അനന്തഭൈരവി, കൗസ്തുഭം, ഹോംഗാർഡ്, പ്രേമിക, തിറയാട്ടം, ഇപ്പോൾ രുദ്ര അടക്കം ഒരു 9 സിനിമയായി. എഴുതുകയും സംഗീതം ചെയ്യുകയും പാടുകയും തിരക്കഥ എഴുതുകയും സംവിധാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമ രുദ്ര തികഞ്ഞ ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. ഇതിലെ നായിക നിഷി ഗോവിന്ദ് ആണ്. തികച്ചും ഒരു ശക്തമായ സ്ഥൈര്യതയുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ ചെയ്യുവാൻ വേണ്ടി നായികമാരെ തിരഞ്ഞ സമയത്ത് ഈ സിനിമയുടെ കഥാപാത്രത്തിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും അതേപോലെ കഴിവുറ്റ ഒരു അഭിനേത്രിയും കൂടിയായ നിഷി ഗോവിന്ദിനെ ഞാൻ സിനിമയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വളരെ മനോഹരമായി നമ്മുടെയൊക്കെ ഒരു അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ആ കഥാപാത്രത്തെ അവർ കൈകാര്യം ചെയ്യുകയും സിനിമ എഡിറ്റിങ്, ഡബ്ബിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ വർക്കുകളും പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പോൾ വളരെയധികം സംതൃപ്തി തോന്നുന്ന തരത്തിൽ ഈ രുദ്ര എന്ന് പറയുന്ന സിനിമ അതിൻ്റെ ഫൈനൽ വർക്കിലേക്ക് കടക്കുമ്പോഴത്തേക്ക് വന്നിട്ട് ഒരു മനോഹരമായ ഒരു അനുഭവമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റെല്ലാ ഘടകങ്ങളെയും പോലെയും നായിക എന്ന കഥാപാത്രത്തിനും കഴിഞ്ഞു. ഞാനും ഇതിൽ ഒരു വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ആൻ്റണി എന്ന പേരിലുള്ള ഒരു വിപ്ലവകാരിയുടെ ഒരു വേഷമാണ് അവതരിപ്പിക്കുന്നത്. കണ്ണകിക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇത്തരമൊരു കഥ തിരഞ്ഞെടുത്ത് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുകയും പരിശ്രമിക്കുകയും ഗവേഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടാണ് രുദ്ര രൂപപ്പെടുത്തുന്നത്. ഒരു പ്രകൃതി ദുരന്തത്തിൽ നിന്നാണ് രുദ്ര ആരംഭിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടവർ തീരം തേടി യാത്രയാവുകയാണ്. അപ്പോൾ ആരാണ് എന്താണെന്ന് പരസ്പരം അറിയാത്തവർ ഒന്നിച്ചു ചേർന്ന് പിണറായി പോലെയുള്ള സ്ഥലത്തൊരു പുഴക്കരയിൽ ഇവർ ജീവിതം സ്വരുക്കൂട്ടുകയാണ്. പ്രകൃതി ഇവരെ വേട്ടയാടി ഒരുപാട് വേദനകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് അവരെ എത്തിയ തീരത്തും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് താങ്ങായും തണലായും നിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ രുദ്ര എന്ന കഥാപാത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വലിയ പ്രതിസന്ധികളെ ശക്തമായി അതിശക്തമായി അഭിമുഖീകരിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ സിനിമയിലെ രുദ്ര. അത് വളരെയധികം നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ സംവിധായകൻ എന്ന പേരിൽ, എഴുത്തുകാരൻ എന്ന പേരിൽ ഞാൻ സംതൃപ്തനാണ്. തിരക്കഥ കൂടാതെ ഇതിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ലിറിക്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാനാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യ പടം തൊട്ട് തന്നെ സിനിമയിലുള്ള മറ്റെല്ലാ വർക്കുകളും ചെയ്യാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ സംഗീതവും അതേപോലെ പാട്ടും എഴുതിയിട്ടുണ്ട്, ട്യൂൺ ചെയ്തിട്ടുണ്ട്. മനോഹരമായ 2 പാട്ടുകൾ ഉണ്ട്. വിപ്ലവവും പ്രണയവും ഭക്തിയും ആചാരവും ഒക്കെ തമ്മിലുള്ള പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് യഥാർത്ഥത്തിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ നിരർത്ഥകമാണെന്നും അതേസമയം പ്രകൃതി ശക്തികൾക്ക് കീഴടങ്ങേണ്ടി വരുന്ന നിസ്സഹായനായ മനുഷ്യനെയും മനുഷ്യ സാഹചര്യങ്ങളെയും കുറിച്ചാണ് രുദ്രയിൽ പ്രതിപാദിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം കരുപിടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനോടും പോരാടി ജീവിതം പുഷ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ഇവരുടെ ജീവിതത്തിലേക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗം കടന്നു വരുന്നത്. ജനിതക രോഗമാണ്, ചികിത്സയില്ല. അതിനോടും പോരാടേണ്ടി വരും.
പ്രകൃതിയും മനുഷ്യനും ചരാചരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാത്തിനോടും അഭിമുഖീകരിച്ച് വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു സ്ത്രീ രുദ്ര. പക്ഷേ ചില വൈകാരിക നിമിഷങ്ങളോടും ചില വേദനകളോടും ചില നൊമ്പരങ്ങളോടും അതേപോലെ മറ്റ് ചില സാഹചര്യങ്ങളോടും കീഴടങ്ങേണ്ടി വരുന്ന ഒരു കഥാപാത്രമായ കൂടി രുദ്ര വരുന്നു. അവിടെയും അവർ ജീവിതത്തിലെ മറ്റു പലതിനെയും തോപ്പിക്കുന്നു. പക്ഷെ അതെന്താന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയാണ് രുദ്രയിലെ കഥയും കഥാപാത്രങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ടീസർ, ട്രെയിലർ, സോങ്, മറ്റെല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഒരു പ്രമുഖമായ ഒരു മ്യൂസിക് ചാനലുമായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവരത് ഡയറക്റ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഇവിടെ വെച്ചിട്ടത് ചെയ്യുന്നത് പിന്നീടേക്ക് മാറ്റിയിരിക്കുന്നത്. എന്താണ്, തുടക്കക്കാരനല്ലെങ്കിലും വളരെ പ്രശസ്തമായൊരു എഴുത്തുകാരനോ തിരക്കഥാകൃത്ത സിനിമക്കാരനൊന്നും അല്ല. അപ്പോൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ വളരെ ലളിതമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹായങ്ങളും സ്നേഹവും സഹകരണവും ചെയ്യണം. കാരണം ഞാനൊരു സമ്പന്നനല്ല, കേവലം ഒരു കലാകാരനാണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാതാവ് കൂടിയാണ് ഞാൻ. കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ സ്വപ്നം കാണുന്ന സബ്ജക്റ്റ് അത് വേറെ കൈകടത്തലുകളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് സമാധാനപൂർവമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്താണോ വിചാരിക്കുന്നത്, ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്താണോ ചിന്തിക്കുന്നത്, ആ ആശയവും ആ ഒരു സിദ്ധാന്തവും ആ ഒരു കഥയും സന്ദർഭങ്ങളും ഒട്ടും ചോർന്നു പോകാതെ എത്തണം, പ്രേക്ഷകരിലേക്ക് എത്തണം. ഭാവിയിൽ നമ്മളുടെ മനസ്സിൽ പണം സമ്പാദിച്ചില്ലെങ്കിലും മനോഹരമായ ഒരു സിനിമ ചെയ്തു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാനൊരു സിനിമ നിർമ്മാണത്തിന് കൂടി ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹായ്, എൻ്റെ പേര് നിഷി ഗോവിന്ദ്. രുദ്ര എന്ന സിനിമയിലെ രുദ്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഞാനാണ്. ആക്ച്വലി ഞാൻ കുറച്ച് വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്യുന്നൊരു പ്രവാസി മലയാളി കൂടിയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡസ്ട്രിയിലൊന്ന് എത്തി നോക്കാൻ കുറച്ച് അവസരം കിട്ടിയിരുന്നു. പക്ഷെ അതെനിക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. അതുകൂടാതെ തന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ട് എനിക്ക് കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു. ഇപ്പോഴാണ് മിസ്റ്റർ സജീവ് കിളുവല്ലം, ഡയറക്ടർ, രുദ്ര എന്ന സിനിമയുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അദ്ദേഹത്തിനടുത്ത് വളരെയേറെ നന്ദി പറയുന്നു. കൂടാതെ ഈ ഒരു അവസരം എന്നിലേക്ക് വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അതുകൂടെ ദൈവത്തിനോട് ഞാൻ നന്ദി പറയണം. കാരണം ഒരു വ്യക്തി കലാപരമായിട്ട് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതിനെ ഒരു സ്വപ്നമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോഴും നമ്മൾക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കാര്യം കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഒരു സ്ത്രീപക്ഷ സിനിമയാണ് രുദ്ര. അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് എൻ്റെ എല്ലാ കഴിവുകളും പെർഫോം ചെയ്യാൻ വളരെയേറെ ആ ഒരു മൂവിയിലൂടെ സാധിച്ചിട്ടുണ്ട്. ഡയറക്ടർ തന്ന ആ ഒരു കഥ നല്ല രീതിയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സജീവ കിളികുലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡയറക്ടർ അദ്ദേഹം മുമ്പേ ഈ കണ്ണകി എന്ന മൂവിയിലെ ഭാഗമായിട്ടുള്ള ആൾ, കൂടാതെ അശ്വരൂഢം, അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. എല്ലാ സിനിമയിലും അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് സ്ത്രീപക്ഷ സിനിമകൾ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വന്നപ്പോൾ ഇത് ചെയ്യണമെന്ന് പിന്നീട് ഞാൻ അങ്ങോട്ട് തന്നെ ഞാൻ തന്നെ ചെയ്യുമെന്ന് ഇത് പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അത്രയേറെ സന്തോഷമുണ്ട്. നന്നായിട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. പിന്നെ രുദ്ര ഒരു അതിജീവനത്തിൻ്റെ കഥയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും, കൂടാതെ പ്രകൃതി പെട്ടെന്ന് നമ്മൾക്കെല്ലാം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകുമ്പം നമ്മൾ അനുഭവിക്കേണ്ട പല പ്രശ്നങ്ങളും രുദ്രയിലൂടെ ഡയറക്ടർ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ ഫിസിക്കലി തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും നല്ല ഫാറ്റ് ആയിരുന്നു. അത് കുറച്ചുകൊണ്ട് വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ മൂവി വരുന്നത്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് ഫാറ്റ് വേണമെന്ന് പറയും. രണ്ടാമത് ഞാൻ അങ്ങനൊരു നല്ലാതെ വേറെ തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രുദ്രയിൽ കൂടെ എൻ്റെ കഴിവുകളും എൻ്റെ പെർഫോമൻസും ജനങ്ങൾ അംഗീകരിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. മുന്നോട്ട് എനിക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിൽ എല്ലാ മാധ്യമങ്ങളുടെയും
സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഞാൻ എല്ലാവരോടും നന്ദി പറയാണ്. എൻ്റെ ഡയറക്ടർ സാറിനോട്, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും, എൻ്റെ അച്ഛനും അമ്മായിട്ടന്മാരെല്ലാവരോടും. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.